ഓൺലൈൻ മീഡിയാസിലെ ഇൻ്റർവ്യൂകളും വളരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ഓൺലൈൻ മീഡിയാസ് തന്നെ ഒരു പലരെയും ഒന്നുമല്ലാത്ത പലരെയും വളരെ വളരെ ഒരു വലിയ ഹൈ ലെവലിലേക്ക് ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഒരു ഓൺലൈൻ മീഡിയക്കാർ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുമ്പോൾ അത്യാവശ്യം അവർക്ക് സമൂഹത്തിൽ അവരുടെ സ്ഥാനം എന്താണ്, അതല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, എന്ത് മോട്ടിവേഷനാണ് അവർക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണോ, അതല്ലെങ്കിൽ ഒരു കലാകാരനാണോ, ഒരു കവിയാണോ, ഒരു കായിക അഭ്യാസിയാണോ, അതല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അവരുടെ പദവി എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് അത്രയുമെങ്കിലും ഒരു വ്യക്തിത്വമുള്ള ഒരാളെ വേണം ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, അയാളെ ഒരു ചാനലിൽ ഒരു ഓൺലൈൻ മീഡിയയിൽ വിളിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂയിലൂടെ സമൂഹത്തിന് അവർക്ക് എന്ത് മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും, ആ മെസ്സേജ് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്തെങ്കിലും ഓൺലൈൻ മീഡിയാസുകാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല വ്യക്തിത്വങ്ങളും ഓൺലൈൻ മീഡിയയിലൂടെ വളരെ ടോപ്പിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ നമ്മൾ കാണാനിടയായി. ഒരു MRS എന്ന് പറയുന്ന ഒരു ലൈവ് സ്ട്രീം നടത്തുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അത് നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ആളെക്കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അവരൊക്കെ ഈ ലൈവ് സ്ട്രീം നടത്തി ഓൺലൈൻ മീഡിയയിൽ പോകുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള മമ്മു എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ ഒരു പയ്യനെ ഒരു ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചു. ഈ വിളിച്ച വ്യക്തിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചത് എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അയാൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാൻ പോകുന്നത് എന്നറിയത്തില്ല. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു ബില്യൺ കണക്കിനോ ഒക്കെ വ്യൂവേഴ്സ് ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ അത്രയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന് അയാളെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ്. അത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളും ഇൻ്റർവ്യൂ കൊടുക്കാൻ വന്ന ആളും രണ്ടും നല്ല ചേരുംപടി തന്നെയായിരുന്നു. കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അവരോട് ചോദിച്ചു ഒഴിവ് സമയങ്ങൾ എന്താണ് ചെയ്യുന്ന എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഒഴിവ് സമയങ്ങൾ ചെയ്യുന്നത് ഒളിഞ്ഞു നോട്ടവും കുളിസീൻ കാണൽ. ഇതൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന. ആ പെൺകുട്ടിയോടാണ് ഈ മാമു എന്ന് പറയുന്ന ഈ പയ്യൻ ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒളിഞ്ഞു നീട്ടവും കുളിസീനുമാണോ എന്ന് എടുത്തു ചോദിച്ചിട്ട് അതൊക്കെ എങ്ങനെ എപ്പോൾ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ച് കോൾമേയർ കൊണ്ട് ആ പെൺകുട്ടി അങ്ങ് ചിരിച്ച് താഴേക്ക് തലയും കുത്തി വീഴുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സാധനം ഇപ്പോഴത്തെ ഈ മമ്മു എന്നൊക്കെ പറയുന്ന ആ ചെറുപ്പക്കാർ പയ്യന്മാരെ ഒക്കെ ഇൻസ്റ്റയിലും അല്ലാതെ എല്ലാ സോഷ്യൽ മീഡിയയിലും അനുകരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പയ്യൻ വന്നിരുന്ന് ഞാൻ കുളിസീൻ കാണാൻ പോകും അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ പോകും എന്നൊക്കെ പറയുമ്പോൾ ഈ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഏജിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സായ ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ആ കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ നമുക്കൊന്ന് ആഴത്തിലോ വ്യാപ്തിയിലോ പറയാൻ പോലും പറ്റത്തില്ല. കാരണം അത് കേട്ടാലും കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ലോകമുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് ഈ പറയുന്ന കേട്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന പെൺകുട്ടി അതങ്ങ് കേട്ട് ചിരിച്ചങ്ങ് ഉല്ലസിക്കുകയാണ്. അപ്പം അവൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുളിസീൻ ആരതാണ് ഇവൻ കാണാൻ പോയത്? ആ ഇൻ്റർവ്യൂ ചെയ്ത കുട്ടിയുടെ വീട്ടിലെ അമ്മയോ അനിയത്തിമാരോ അല്ലെങ്കിൽ അവളോ, അതല്ലെങ്കിൽ ബന്ധുക്കളോ ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യൻ്റെ വീട്ടിലെ അമ്മയോ ഉമ്മയോ അവരുടെ കുളിസീനൊക്കെ ആണോ ഇവൻ കാണാൻ പോകുന്നത്? അപ്പോൾ അത് ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കുളിസീനായിരിക്കും എന്തായാലും കുളിസീൻ കാണാൻ പോകുമെന്ന് പറയുന്നത്. കുളിസീൻ കാണാൻ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മറുപടിയും അറിയാനുള്ള വ്യഗ്രതയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി വരുന്നത്. അവിടെ ആ ചോദ്യങ്ങൾ മുന്നോട്ട് പോകാതെ പിന്നെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഭാഗം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്, കൂടുതലും മുന്നോട്ട് പോകാതെ. കാര്യം ആ കുട്ടി അത് ചോദിക്കുകയും ചെയ്യും, മറ്റവൻ അതിനുള്ള മറുപടി പറയുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്ത് ഇൻഫ്ലുവൻസാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? എന്ത് 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 ഇൻഫ്ലുവൻസർ എന്ന് ഇവരെ പറയാൻ പറ്റും? അപ്പോൾ അത് വളരെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് ഒരുപാട് ആ ചാനലിന് പ്രശ്നങ്ങളാവുകയും ആ വീഡിയോ ആ ചാനലുകാരങ്ങ് റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് അത്യാവശ്യം 1-2 പേർക്ക് ഈ വീഡിയോ കിട്ടുകയും അവരതനുസരിച്ച് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ചോദ്യം ചെയ്യലിനെ കുറിച്ചും ഈ ആൺകുട്ടിയുടെ മറുപടിയെക്കുറിച്ചുമൊക്കെ നമ്മൾ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂ ചെയ്യുന്ന അത്രയും മഹത് വ്യക്തിത്വങ്ങളെ ആയിരിക്കും. നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ചാനലിന് റീച്ച് കൂട്ടണം. ഇപ്പം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളും കുളിസീനും ഒളിഞ്ഞു നോട്ടോ എന്നൊക്കെ പറയുമ്പോൾ കാണാനും അതിലെ കണ്ടന്റ് എന്താണെന്ന് അറിയാനും ഒന്ന് നോക്കും. അതുവഴി ചാനലിനൊരു റീച്ചും ഇവർക്ക് കൂടും. ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ ചാനലിന് റീച്ചും കൂടുകയുള്ളൂ. ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിന് ഇടയാക്കിയത് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ആപ്പുകളെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ട് അവർ പറയുന്ന വിടുവായത്തരം കേട്ടുകൊണ്ട് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നാൾ ഇൻ്റർവ്യൂ കൊടുക്കാൻ വന്നാൾ ഇരുന്ന് ചിരിച്ച് ആർത്തുല്ലസിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു മാന്യതയുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അതുകൊണ്ട് എന്ത് ഒരു മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇപ്പം നമ്മുടെ ഓൺലൈൻ മീഡിയാസ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർവ്യൂ വന്ന് കിടക്കുന്നത് 16 വയസ്സും 17 വയസ്സായ ഒളിച്ചോടിയ കുട്ടികൾ അമ്പലത്തിൽ പോയി മാലയിടുന്നത്, അവരെ വിളിച്ച് തിരിച്ച് അവരെ കൊണ്ടുവന്ന് കുറേ ഇൻ്റർവ്യൂ. പിന്നെ 16 അപ്പം ഇവർ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 16 വയസ്സും 17 വയസ്സാകുമ്പോഴേ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് പോയി കുട്ടികൾ വിവാഹം കഴിക്കുക. അത് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കുറേ മീഡിയ പറയുന്ന ആളുമായിട്ട് വന്ന് ഈ മമ്മു ഒരു ലൈവിൽ വീണ്ടും വരികയും കുറേ അഭിനയ നാടകങ്ങളും ഒക്കെ കാണാൻ പറ്റി. അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. കൂടുതൽ ആൾക്കാരും അതിന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതും അതിൻ്റെ ഒരു ഭാഗമായി എന്ന് വിചാരിക്കുക. ഒന്നുകിൽ ഇവരുടെ ചാനലിനൊരു റീച്ച് കൂട്ടാൻ വേണ്ടി ഇവനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി സംസാരിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ഗുണം പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ട ആ ഒരു ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി മറുപടി കൊടുക്കേണ്ട രീതി അങ്ങനെയായി. ബോധവും വെളിവും ഇല്ലാതെ വന്നിരുന്ന് ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിന് എന്ത് പറയണം എന്നറിയാതെ കുറേ ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിന് റീച്ച് കിട്ടി മില്യൺ കണക്കിന് വ്യൂവേഴ്സും ആക്കി കൊടുക്കുന്ന ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മീഡിയ. ഇനിയെങ്കിലും ഓൺലൈൻ മീഡിയസിൽ ഇൻ്റർവ്യൂ എടുക്കുന്നവരും ഇൻ്റർവ്യൂ കൊടുക്കുന്നവരും ദയവ് ചെയ്തൊന്ന് ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, ശ്രദ്ധിച്ച് മറുപടി പറയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾ കാണിക്കുക.